ചന്ദ്രമാമയും ചന്ദ്രലേയും ഒരു മുറിയിലായിരിക്കാനും സാധ്യത. ഒക്കെയും ഇളയവൾ ചന്ദ്രകല, അവൾ തന്റെ കൂടെ ആയിരിക്കും. ഇവളമാരെ പേരൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഒരു ആൻഡ്രിക്കാപ്പ് ഇതൊക്കെ നിസ്സാരം. പുറമേലുള്ള അവയവങ്ങൾക്ക് ദൈവം അംഗവൈകല്യം തന്നുള്ളൂ. അതും കൂടെ ചേർത്ത് ബ്രെയിൻ, നല്ല ബ്രെയിൻ. അത് ഈ മുടി കണ്ടാൽ അറിയാം. ആ പോലീസുകാരനും മക്കളും ഈ വീട്ടിൽ ഒരു ദിവസം പോലും മനസ്സമാനമായിട്ട് കഴിയരുത്. അതിന്റെ സൂചന ഈ രാത്രി തന്നെ അവരറിയണം. പോലീസും പ്രേതവും പിശാചും ഒക്കെ പഴയ നമ്പറുകളാ. അതൊക്കെ സിനിമയെ കണ്ട് മടുത്തു. എന്നാ ഒരു പുതിയ നമ്പർ പറഞ്ഞു താടാ. പെമ്പിള്ളേര് മേടിച്ചാ പോരെ? അത് നിങ്ങൾ വേഷം കെട്ടൊന്നും വേണ്ട. ഞാൻ പറഞ്ഞുതരാം. വാ, നിങ്ങൾ 3 പേരും അവരുടെ വാതിക്കൽ ചെല്ലുന്നു. വാതിലിൽ മുട്ടുന്നു. അവർ വാതിൽ തുറക്കുന്നു. നിങ്ങളുടെ 3 പേരുടെയും മോന്ത അവർ കാണുന്നു. ഞെട്ടിപ്പൊട്ടി അവർ കരയുന്നു. വികലാംഗനെ തല്ലരുത്. വികലാംഗ വർഷമാണ്. മുറിയില്ലേ ആ റിട്ടയർഡ് കളവ് മാത്രം ഒറ്റ കിടപ്പുണ്ട്. അത് തന്നെ ആരുടെ അച്ഛനാ അങ്ങോട്ട് മാറി തീരുമാനിക്കും. ആ പെമ്പിളിന്റെ ഒന്നിനെ അവിടെ എങ്ങും കാണുന്നില്ല. നീ ശരിക്കും നോക്കിയോ? നോക്കി. നോക്കാവുന്ന ഹോളിലൂടെയൊക്കെ നോക്കാവുന്നതിന്റെ മാക്സിമം നോക്കി. പിന്നെ ഇവരെവിടെ പോയി? ഞങ്ങളെ വരച്ച വരയിൽ നിർത്താൻ എവിടെയാ വര വരയ്ക്കുന്നെന്ന് അറിയാൻ നിന്നതാ. അല്ല, ഇന്ന് തന്നെ സാധനം പറക്കുന്നോ അതോ മീശ എടുക്കുന്നോ? അല്ലെങ്കിൽ ആത്മഹത്യ? ഇതിലേത് വഴിയാ സാറുമാര് സ്വീകരിക്കാൻ പോകുന്നത്? എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് ബാഡ് നൈറ്റ്. ചവിട്ടി നിന്റെ കൈകളാ. കടത്തുരാനൊക്കെ അറിയോ? വ്യായാമം ചെയ്ത് ശരീരം പുഷ്ടിപ്പെടുത്തി ഇവിടെ തന്നെ കൂടാനാണോ പാവം? വേറൊരു വീട് കിട്ടുന്നവരെ ഇവിടെ കഴിഞ്ഞല്ലേ പറ്റൂ. അതുവരെ ശരീരം തോക്കാതിരിക്കാൻ പറ്റുമോ? ശരീരം ബോഡി ഉടിപ്പിച്ച് നീയൊക്കെ സൗന്ദര്യ മത്സരത്തിന് പോരാ. എന്ത് മത്സരത്തിന് പോകണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടണ്ട. വ്യക്തിപരമൊക്കെ നിന്റെ വീട്ടില് എന്റെ വീട്ടുമുറ്റത്ത് എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. വല്ല തലയുടെ വേലത്തിരകൾ ഇറക്കി ഇവിടെ കുളിച്ചുകൂടാവുന്ന മനസ്സിൽ മോഹമുണ്ടെങ്കിൽ അത് നീയൊക്കെ ഫ്രിഡ്ജ് വെച്ച് പൂട്ടിയേക്ക്. വേറെ വീട് കിട്ടാതെ മാറാൻ പറ്റുമോ? വീട് കിട്ടാതെ നീയൊക്കെ ഇവിടുന്ന് മാറുന്ന കാണണോ? കാണാൻ പറ്റൂ. കൂടും കുടുക്കൊക്കെ എടുത്ത് വഴിയിലോട്ട് എറിയാൻ എനിക്ക് അറിയാമല്ലായിട്ടല്ല. ഇത്തിരി മനുഷ്യപ്പറ്റി കാണിച്ചപ്പോ തലേ കയറി ഇത് തരകുന്നോ? കള്ളന്മാരെ കൊലപാതകളെ മൂക്കൊണ്ട് ഇണ്ണാന്ന് വിളിച്ച പങ്കുണ്ടി തരാനാണ് കളി. തെറ്റിയ തൊട്ടിയാ തൊട്ടി. ഓ, ഈ സാധനം ഇതിനകത്തുണ്ടായിരുന്നു. ഒരു തൊട്ടിയുടെ കാര്യം പറഞ്ഞ കേട്ടു. അല്ല, ഒരു കുപ്പത്തൊട്ടിയുടെ കാര്യം പകുതി വിലക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. നിന്നെ ഇന്ന് ഞാൻ കണ്ട് പൊട്ടിക്കാന്ന് വെച്ചാൽ ഇത് വകുപ്പ് വേറെ ആകുമല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. റിട്ടയർഡ് ആയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഈ 1 വർഷത്തിനാണ് ഞാൻ ഒരു പട്ടിയെ തല്ലിയിട്ടില്ല. റിട്ടയർഡ് ആയാലും ഒരു പോലീസുകാരനെ തല്ല നിയന്ത്രിക്കാൻ ഒക്കില്ല. എന്റെ കൈയുടെ തരിപ്പ് തീർക്കാൻ ദൈവം നിന്നെയൊക്കെ അയച്ചാണെന്ന് തോന്നുന്നു. നിന്നെ കാണുമ്പോ ആ വിഗ്രഹമോഷ്ട അന്തോണിയാ എനിക്ക് ഓർമ്മ വരുത്തേ. അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചതിന് കൈയും കണക്കുമില്ല. ഞാൻ ചാർജ് ചെയ്ത ഒരു കേസിൽ 9 വർഷം വിയൂർ സെൻട്രൽ ശിക്ഷ അനുഭവിച്ച ഒരുത്തരുണ്ടായിരുന്നു. ഒരു ബലാത്സംഗ വീരൻ. നിനക്ക് അവന്റെ അതേ ഛായടാ. താങ്ക് യു. പോക്കറ്റെടുക്കാതെ പൊണ്ണപ്പുരെ പുലർത്തുന്നവർ ഉണ്ടായിരുന്നല്ലോ. അവരോടെ സാറിനെ കാണുമ്പോഴേ ഞങ്ങൾക്ക് ഈ പിച്ചക്കാരനെയാ ഓർമ്മ വരുന്നു. വീട് കിട്ടാതെ എങ്ങനെ മാറുമെന്നല്ലേ പറഞ്ഞത്? വീട് വാടകയ്ക്കെടുത്ത് കൊടുക്കുന്ന ബ്രോക്കറോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര വാടകയ്ക്കുള്ള വീട് വേണമെന്ന് പറഞ്ഞാൽ മതി, അയാൾ തപ്പിത്തരും. പിന്നെ അയാൾക്കുള്ള ബ്രോക്കർ ഫീസ് 2 പേരും കൂടെ കൊടുത്താൽ മതി. തന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. പരിചയമില്ലാത്ത സ്ഥല 2 പേര് സൂക്ഷിച്ചു പോണം. കൊച്ചവളെന്തിയേ? അവള് മുറിയിലിരുന്ന് പഠിക്കുന്നു. അവരുടെ ടി.സി. നാളെ പോയി മേടിക്കാം. തിങ്കളാഴ്ച മുതൽ അവർക്ക് പോവാലോ. ചെല്ല്. ഹലോ, ഇവളുമാരത് എവിടെ ഒരുങ്ങിക്കിട്ട് പോകുന്നത്? ഞാൻ പുറകൊന്ന് ഫോളോ ചെയ്താലോ? എങ്ങനെ ഫോളോ ചെയ്യും? ഇങ്ങനെ ഇവളുമാരെ വളയ്ക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. വളയ്ക്കാനല്ല പിന്നെ ഓടിക്കാനാ. ഇപ്പൊ തന്നെ ആവശ്യത്തിന് ചീത്തപ്പേരുണ്ട്. ഇനി പ്രേമത്തിന്റെ ഒരു കുറവേ ഉള്ളൂ.
എന്തൊക്കെയായാലും ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം നമ്മളിൽ ആരിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടായിക്കൂടാ. അതെ, എല്ലാവരും കുറച്ചുകൂടെ ഡീസന്റ് ആവാം. എനിക്ക് അതിന് കഴിയുമ്പോൾ തോന്നുന്നില്ല. അതെന്ത്? അവളുമാര് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അയ്യടാ, അപ്രോച്ച് ചെയ്യാൻ പറ്റിയ രൂപം. നിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ അനശ്വര പ്രേമത്തിന് ഫിഗർ ഒരു പ്രശ്നമല്ല. കുമാരനാശാന്റെ ചാത്തമ്പുറയെ സാവിത്രി അന്തർജനം പ്രേമിച്ചില്ലേ? അതെ, ഈ പ്രേമപുരാണം അവസാനിപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് എന്നാ എടുത്തിട്ട് ഞണ്ണും എന്നാലോചിക്കും. ഉച്ചയ്ക്ക് കഴിക്കാൻ ഒന്നുമില്ലേ? ഉച്ചയ്ക്ക് കഴിക്കാൻ ഉണ്ട്. ഇത്രയും ദിവസം അനങ്ങാതിരുന്ന മൂക്കൂട്ട തിന്നില്ലേ? ഇനി കുറച്ച് ദിവസം പട്ടിണി കേടാ. അതിന് ആളെ വേറെ നോക്കണം. ആരെ? ഏത് സമയത്തും പ്രയോഗിക്കാനുള്ള കൈത്തൊഴിൽ എന്റെ കൈവശമുണ്ട്. ഓ. ഞാനെന്തിനു പട്ടിണി കിടക്കണം? അപ്പൊ പറഞ്ഞ പോലെ ചാച്ച അമ്മ അവിടെ അമ്മ ഇല്ല. ചാച്ച ഓടാ, ഓ. അമ്മ ചാച്ച അമ്മ. ഓട്ട് ഈ തെണ്ടിയും കൂടെ പിടിച്ചിവിടെ കയറ്റിയില്ല. ഇല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള അരി സാധനങ്ങളും കൂടെ ഇവിടെ കണ്ടേനെ. ഇപ്പൊ തന്നെ ആ പലചരക്കടയിലെ 3 മാസത്തെ പറ്റി കുടിശ്ശിക അത് തീർത്തു കൊടുക്കാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ ഫിലിപ്പോസ് പറഞ്ഞിരിക്കുന്നത്. ആ ബാങ്കിൽ പൈസ അടയ്ക്കേണ്ട നാളെയാ. നാളെ അടച്ചില്ലെങ്കിലേ മറ്റന്നാൾ ബാങ്ക് ഇവിടെ ആയിരിക്കും. ഡേയ്, ആ ബ്ലേഡുകാരനോട് പറഞ്ഞ അവധി 1-ാം തീയതി. അത് മറക്കണ്ട. ഇതെല്ലാം കൂടെ എന്റെ അടുത്ത് പറയുന്നത്. പിന്നെ ആരെടുത്താ പറയേണ്ടത്? എല്ലാം എന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്താണോ? എല്ലാവരും ആലോചിച്ചിട്ട് തന്നെ ചെയ്ത്. നീ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ അവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. 4-5 വർഷമായിട്ട് അനുഭവിക്കുന്നതാ. ആ ദൈവം ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. വഴി കാണിച്ചു തരും. പക്ഷെ അതുവരെ പട്ടിണി കിടക്കാൻ എന്നെ കിട്ടൂല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? പോയി പിച്ചേടാ. അമ്മ അപ്പ വല്ലതും തരണേ. ഓഹോ സാർ അമ്മ വേറെ ഇത് വെച്ചങ്ങോട്ടാണ്. ഈ ബക്കറ്റ് വലിയ ഇട്ടിട്ട് പോ. എന്തിനാ ഈ കൊച്ചിന് ചെവി കേൾക്കൂലേ? ഈ വെയിലും കൂടി നിൽക്കണ കാണാം. ഒരു 10 മിനിറ്റ് പോക്കൂലേ? ഓ അമ്മ അമ്മ. ചേട്ടാ എക്സ്ക്യൂസ് മീ 1 മിനിറ്റ് പ്ലീസ്. എത്രയായിട്ടത്? 50 പൈസ. ഒന്ന് കാണിച്ചിട്ടുണ്ടേ. ഇത് 2 രൂപയുണ്ട്. ഒരു ചായയും ഒരു മസാല ദോശ മടിക്കും. ഒന്ന് പോടെയാണ്. ഡബിൾ ബെഡ്റൂമിന്റെ ഒരു ഫ്ലാറ്റ് വാങ്ങി ചുരുങ്ങിയത് 16 ലക്ഷം രൂപയെങ്കിലും വേണം. അപ്പോഴാണ് ഒരു 50 പൈസ. മകൻ നേടുന്നതിനുള്ള വകയുണ്ടോ എന്റെ തറവാട്ടില്? പിന്നെ ജീവിക്കണ്ടെന്ന് ഓർത്തിട്ടാണ് അമ്മ. ആഹാ, എടാ ഉച്ചക്കൊന്നും കഴിച്ചില്ലെങ്കിൽ എന്താ? ഇതുപോലെ റൂൺ അടുത്ത കാലത്തുണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന്. ദൈവം എങ്ങനെ രാവിലെ മുതൽ ടോർച്ചും പിടിച്ചോണ്ട് നിൽക്കിയല്ലേ വഴി കാണിച്ചു തരാൻ? ദൈവമൊന്നുമല്ല, ഞാനാ വഴി കണ്ടുപിടിച്ചത്. ആ അടുക്കളയുടെ വാതിൽ തുറന്നിരുന്നതും പങ്കുണ്ണിയും മക്കളും മുൻവശത്തിരുന്ന് TV കണ്ടുകൊണ്ടിരുന്നതും നമ്മുടെ ഭാഗ്യം. അതാ ദൈവാധീനം എന്ന് പറയുന്നത്. ദൈനംദിനം ഇങ്ങനെ ദൈവം ദീനം കാണിച്ചിരുന്നെങ്കിൽ വലിയ അധ്വാനമില്ലാതെ നമ്മളെ കാര്യം കഴിഞ്ഞു പോയതല്ലേ. ആദ്യം വായിക്കാത്ത ചോറങ്ങോട്ട് കുത്തിയിറക്ക്, എന്നിട്ട് സംസാരിക്കും. ഒയ്യോ, ഒരു വറ്റ പോലെ ഇത് ബാക്കി വെച്ചിട്ടില്ലല്ലോ. ആരായി ചതി ചെയ്തത്? അവന്മാരായിരിക്കും. അല്ലാതെ ആർക്കാ അതിനുള്ള ധൈര്യം വരുന്നത്? ചേച്ചേ, അവന്മാരൊന്നുമല്ല. ആഹാരം മോട്ടിച്ച് കഴിക്കേണ്ട ഗതികളൊന്നും അവർക്കില്ലല്ലോ. കഴിക്കാനല്ലെങ്കിലോ എടുത്ത് കളഞ്ഞാലും പോരെ? ആ അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവന്മാരുടെ കൈ ഞാൻ തല്ലുപിടിക്കും. എന്നാ ഇപ്പൊ തന്നെ തല്ലി പിടിക്കച്ചാ. അത് പറ്റില്ല. തെളിവ് വേണം. ഒരു പോലീസുകാർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന്റേതായ തെളിവ് വേണം. തെളിവിനിപ്പോ എവിടെ പോവും? വഴിയുണ്ട്. നിങ്ങൾ ആ ബ്രെഡും ഒക്കെ എടുത്ത് കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. ശരിയാക്കി തരാം. മണി കയറി എന്താ? ഇതെന്താ രാത്രിയിൽ ഒരു കളി? പകല് കളിക്കാൻ ടൈമില്ലായിരുന്നു. നിനക്കൊക്കെ കളിക്കാനുള്ള കറണ്ട് ഞാൻ കൊടുക്കണോ? ആ രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ ദിവസവും 2 മണിക്കൂർ ഞങ്ങൾക്ക് ചെസ് കളി പതിവുള്ളതാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. വരുന്ന ലോക ചെസ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോകുന്നത് ഞങ്ങൾ 3 പേരാണെന്ന് സാർ പത്രത്തിൽ വായിച്ചില്ലേ? വായിച്ചു. ഇന്ത്യയിൽ നിന്ന് 3 ആൾക്കുരങ്ങളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അത് നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സാറന്മാർക്ക് എന്ന സപ്പറിൽ എന്തായിരുന്നു? സപ്പറിന് ഡിന്നർ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നന്നായി. ഞങ്ങൾക്ക് ബൊറച്ചി എറോട്ടയുമായിരുന്നു സാറിന്. എന്റെ വീട്ടിലെ അടുക്കളക്കാരെ അന്വേഷിക്കാൻ മാത്രമായോടാ? അയ്യോ, അടുക്കളക്കാര്യം തിരക്കിയതല്ല. അവിടെ ഫുഡ് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഉള്ളതിന്റെ മിച്ചം അങ്ങോട്ട് കൊടുത്തുവിടാൻ വേണ്ടി ചോദിച്ചതാ. എന്തേ നിന്റെയൊക്കെ എച്ചിതെല്ലാം മാത്രം പങ്കുകൊണ്ട് നേരെ താഴ്ത്തിട്ടില്ല. ഞാൻ സർവീസിൽ നിന്ന് മാത്രം റിട്ടയർ ആയിട്ടുള്ളൂ. എന്റെ അഭിമാനവും ആരോഗ്യവും റിട്ടയർ ആയിട്ടില്ല. അതെന്തോന്ന് സാറേ? കണ്ടോടാ അറിയില്ല. അയാൾക്ക് നമ്മളെ സംശയം ഉണ്ടെന്നാ തോന്നുന്നേ. അതുകൊണ്ട് നാളെ ഉച്ചഭക്ഷണം വളരെ വിദഗ്ധമായിട്ട് വേണം അടിച്ചു മാറ്റാൻ. അത് ഞാൻ ഏറ്റു. ഈ മൂത്തവളുമാര് രണ്ടും ഏതാണ്ടാ പഠിക്കാൻ പോകും. അയാളാണെങ്കിൽ വായി നോക്കാൻ പോകും. ആ നരന്ത് പെണ്ണു മാത്രം എവിടെയും കിടന്ന് ഉറങ്ങും. അടുക്കള മാത്രം നമുക്ക് വേണ്ടി ഇങ്ങനെ ഫ്രീ ആയിട്ട് തുറന്നു.
ഇതാരാ ഈ കഥ തുറന്നിട്ടത്? എന്താ ഇത്? ഛെ, ഈ പൂച്ച കയറി എല്ലാം തട്ടിമറിച്ച് കളയുമല്ലോ. എന്താ ഞാൻ ഓ, അയ്യല്ലപ്പോ, നടുവേ. ഓ, ഊരെ ഒടിച്ച് അയ്യോ. എന്ത് പറ്റി അച്ഛാ? ഓ, എന്താണോ അടുക്കള വാതിൽ തുറന്നിട്ട് അകത്ത് പോയിരിക്കുന്നത് ഞാൻ ഇവിടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ പൂച്ച ചെയ്തു വെച്ച പണി? ഓ, ചേച്ചി വാതിലടിച്ചിട്ടാണല്ലോ പോയത്. അപ്പൊ അതാരാ തുറന്നത്? ആ, നീ അകത്ത് പോയത് കുത്തിയിട്, ഞാൻ ഇത് പുറത്തുനിന്ന് കുത്തിയിട്ടോളാം. ശ്ശോ, ഈ പിള്ളേർക്ക് ഒന്നിലും ഒരു ശ്രദ്ധയില്ലല്ലോ. ഉച്ച തട്ടിക്കളയുള്ള കണ്ടം പൂച്ചയായിരിക്കും. ആ. അയ്യോ, ഇതാണ്. ആശം പിന്നെ അയ്യോ, പൂച്ചക്ക് ഇത്ര തന്നെയാണോ? ഇതേതാ ഈ പാത്രം? ഇതേതാ കത്തി? വിഷു, നീ അതൊക്കെ എടുത്ത് വെച്ചേ. ആഹാ, ഈ പൂച്ചക്ക് ഇത്ര തന്നെയാണ് വേണമെങ്കിൽ വിഷം വെച്ചെങ്കിൽ ഞാൻ അതിനെ കൊല്ലും. ചേടാ, ഇവൻ അവിടെ എന്തെടുക്കുക? അവനവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാന്നാ എനിക്ക് തോന്നുന്നത്. മോളെ, എന്താ അച്ഛാ? ഇതുപോലെ നമുക്ക് എത്ര കൂടെ ഉണ്ട്? ഒന്ന്. ഒന്ന്. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? അച്ഛാ, പ്രേതബാധയുള്ള വീടാണോ ഇത്? ആണോ? അയ്യോ. അയ്യോ. എത്ര പ്രാവശ്യം ഭക്ഷണം മോഷണം പോയിന്നാ പറഞ്ഞേ? ഒരു തവണ 4 പ്ലേറ്റ് ഇരുന്ന് അടിച്ചു മാറ്റി. 2ാം തവണ ഒരു ചരുവത്തിലാ വെച്ചിരുന്നത്, അത് കൊണ്ടുപോയില്ല. അന്ന് ആ സ്റ്റോറിലിരുന്ന തുണിക്കൂടെ മുറ്റത്ത് കണ്ടത്. അത് ശരി. അപമൃത്യു. അപമൃത്യോ? അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വീട്ടിൽ ഒരു അപമൃത്യു നടന്നിട്ടുണ്ട്. ആഹാരം കിട്ടാതെ പട്ടിണി കിടന്ന് ഒരാൾ ഇവിടെ വെച്ച് മരിച്ചിട്ടുണ്ട്. അയ്യോ, കരയണ്ട, കരഞ്ഞിട്ട് കാര്യമില്ല. ആ ആത്മാവിന്റെ വിശപ്പ് ഇനിയും ശമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആഹാരം അപ്രത്യക്ഷമാവുന്നത്. ആത്മാവ് ആഹാരം കഴിക്കൂ? അതുകൊള്ളാം. മദ്യപിക്കുന്ന ആത്മാക്കളുണ്ട്. ആ, അങ്ങനെയാണെങ്കിൽ ഒരു കുപ്പി മദ്യം മേടിച്ചു കൊടുത്ത് അടിച്ച് ഫിറ്റായി കിടത്താം. വിഡ്ഢിത്തം പറയാതിരിക്കൂ. ഈ ആത്മാവ് മദ്യവൈരിയാണ്. വരും വരായികൾ അന്വേഷിക്കാതെ ഈ വീട് വാങ്ങിയത് തന്നെ പോഷത്വം. വിശന്ന് നടക്കുന്ന ആത്മാക്കൾക്ക് എന്തും ചെയ്യാം. അയ്യോ, ഇനി എന്താ ഒരു പരിഹാരം? എല്ലാ കർക്കിടവാവിനും ബലി. ഈ വീട്ടിലുള്ളവർ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നിത്യവും 3 നേരം ഒരു പാത്രത്തിൽ നിങ്ങൾ ഭക്ഷണം ഈ ആത്മാവിന് വേണ്ടി മാറ്റിവെക്കുക. ഓ, പെണ്ണുങ്ങൾ ഒരു സമയത്തും ഇവിടെ തനിച്ചു കഴിയാൻ ഇടവരരുത്. എന്ന് വെച്ചാൽ? വിശപ്പ് ആസക്തി വർദ്ധിപ്പിക്കും. ആഹാരമുണ്ടാക്കുന്ന സ്ത്രീകളായതുകൊണ്ട് അവരോടൊരു പ്രത്യേക താല്പര്യം തോന്നിക്കൂടാകുകയില്ല. അതുകൊണ്ട് പുരുഷ സാന്നിധ്യം ഈ വീട്ടിലോ പരിസരത്തോ എപ്പോഴും ഉണ്ടാവുന്നത് ഉത്തമം.